ഏറെ കോളിളക്കം സൃഷ്ടിച്ച ജസ്ന തിരോധാന കേസ് CBI അന്വേഷണം അവസാനിപ്പിച്ചു എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. 2018 മാർച്ച് 22 കാഞ്ഞിരപ്പള്ളിക്ക് അടുത്ത് നിന്ന് നഷ്ടപ്പെട്ട ജസ്ന എന്ന പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന ചോദ്യം കേരളത്തിൻ്റെ മാധ്യമങ്ങൾ, രാഷ്ട്രീയ നേതൃത്വം, പൊതുസമൂഹം എല്ലാം ആവർത്തി ചോദിച്ചിട്ടും പോലീസിന് ഉത്തരവുണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ CBIയും ഈ വിഷയത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഇത് മുന്നോട്ട് വെക്കുന്ന ആശങ്ക വളരെ വലുതാണ്. 2016 മുതൽ 2021 വരെയുള്ള നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബോർഡിൻ്റെ കണക്ക് പ്രകാരം ഏകദേശം 2281 കുട്ടികളെയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. നമ്മുടെ മക്കൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, അവർ തിരിച്ചു വരുന്നതിന് ഒരു സൂചന പോലും നമ്മുടെ മുമ്പിൽ ലഭിക്കാതെ ഇരിക്കുമ്പോൾ ഇത് നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന ചോദ്യങ്ങൾ വളരെ വലുതാണ്. ആർക്കാണ് ഇതിന് ഉത്തരവാദിത്വമുള്ളത്? നമ്മുടെ പോലീസ് സംവിധാനത്തിൻ്റെ കെടുകാര്യസ്ഥതയാണോ, അതോ മറ്റേതെങ്കിലും ശക്തികൾ ഇത്തരത്തിലുള്ള ഗൂഢ പ്രവർത്തനങ്ങളുടെ പിന്നിലുണ്ടോ? ഈ സന്ദേഹങ്ങളുമായാണ് ദ ഫയർ റൂം ഇവിടെ ആരംഭിക്കുന്നത്. കൂടെയുള്ളത് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജോസ് കുട്ടി ജെ ഒഴികയിൽ, ഒപ്പം സാമൂഹ്യ നിരീക്ഷകനും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ദ ഫയർ റൂം ഇവിടെ ആരംഭിക്കുന്നു. അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ, ഇവിടെ നമ്മൾ ജസ്ന എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ഒരു വാർത്തയാണ് ഇന്നലെ കേട്ടത്. ആ കേസ് CBI അവസാനിപ്പിക്കുന്നു. ജസ്റ്റിന് ഓർമ്മയുണ്ടാകാം, IG ഒരു പക്ഷേ ദീർഘകാലം പത്തനംതിട്ടയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസിഷൻ മേക്കിംഗ് പോലീസ് ഓഫീസറായിരുന്ന KG സൈമണിൻ്റെ ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം റിട്ടയർ ആകുന്ന സമയത്ത് അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു, ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ആ ചോദ്യത്തിൽ നിന്ന് ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞു മാറുകയായിരുന്നു. കാര്യങ്ങൾ തനിക്കറിയാം, എന്നാൽ താനത് പറയാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നു. ഒരുപക്ഷെ ടോമി തച്ചങ്കരിക്കും ഇതേ ചോദ്യം അദ്ദേഹം വിരമിക്കുന്നതിന് മുമ്പ് ചോദിച്ചു. ഇതേ മറുപടിയാണ് പറഞ്ഞത്. അതായത് ഈ ഏറ്റവും പ്രധാനപ്പെട്ട അധികാര കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കസേരകൾ അലങ്കരിച്ചിരുന്ന ആളുകൾക്ക് അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അവർക്കും ഒളിപ്പിക്കാനുണ്ടായിരുന്നു എന്ന് നമുക്ക് സംശയം വരുന്നു. കാരണം CBI അവസാനം ഈ കേസിൽ തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ടും കൃത്യമായ വസ്തുതകളില്ലാതെ ഈ കേസുമായി മുന്നോട്ട് പോകാൻ പറ്റില്ലെന്നുമൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് കേവലം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും. ഇത്തരം സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ പങ്കുവെക്കുന്ന കാര്യങ്ങൾ എന്താണ്, അതിൻ്റെ ആശങ്കകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്താണ് ജസ്റ്റിന് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്? ഒന്നാമതായിട്ട്, ജസ്നയുടെ തിരോധനം കഴിഞ്ഞ 5 വർഷമായി വേദനിച്ചിരിക്കുന്ന മാതാപിതാക്കന്മാരുടെ, ഈ മാർച്ച് 22 6 വർഷമാവുന്നു. ആ മാതാപിതാക്കന്മാരുടെ, അതോടൊപ്പം കൂടപ്പിറപ്പുകളുടെയും സഹോദരങ്ങളുടെയും വേദനയിൽ നമ്മൾ പങ്കുപറ്റുക. തീർച്ചയായും. കാരണം അവരുടെ കണ്ണുനീരിനൊന്നും ഉത്തരം കൊടുക്കാൻ നമുക്ക് പറ്റിയില്ല എന്നുള്ളത് നമ്മുടെ പരാജയമാണ്. കാരണം നമ്മുടെ ഒരു മകള് പോയിട്ട് നമുക്ക് അവളെ കണ്ടുപിടിക്കാൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതെ. അവിടെ നമ്മൾ ഒന്നാമതായിട്ട് കാണേണ്ടത്, ലോക്നാഥ് ബെഹ്റ റിട്ടയർമെന്റ് തലേദിവസം ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിനകത്ത് അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയുടെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ കുട്ടികൾ മിസ്സിംഗ് ആവുന്ന സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. 2822 കുട്ടികളാണ്. 1-2 കുട്ടികളല്ല, 2822 കുട്ടികളെ പറ്റി ഈ 2016 മുതൽ 21 വരെയുള്ള കാലഘട്ടത്തിൽ ഒരറിവും ഇല്ലാത്തവരുണ്ട്. അതിനകത്ത് സ്ത്രീകളും കുട്ടികളും കൂടെ അതിനകത്ത് 373ഓളം കുട്ടികളുണ്ട്. 373ഓളം കുട്ടികളുണ്ട്. ആ അത്രയും പേരെ പറ്റിയിട്ട് ഒരു കണക്കുമില്ല. ഒരു കണക്കൂടെ ഞാൻ പറയാം. 14 ലക്ഷം ആളുകളെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാകാം ഈ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ മിസ്സിംഗ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് കേരളത്തിൽ 40,000 ചിലാനും പേര് മിസ്സിംഗ് ആണ് ഈ 6 വർഷത്തിനുള്ളിൽ. അതിൽ തിരിച്ചു കിട്ടാത്തവരാണ് ഈ 2822. അതിൽ 373ഓളം കുട്ടികളാണ്. അത് സർക്കാരിന്റെ കണക്കാണ്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ ഉദ്യോഗസ്ഥർ KG സൈമൺ സാറ്, അതുപോലെ തന്നെ ടോമിൻ തച്ചങ്കരി സാർ, ഇവരെല്ലാം റിട്ടയർ ചെയ്യുന്നതിന് തലേദിവസം പത്രസമ്മേളനം നടത്തിയിട്ട് എന്തൊക്കെയോ പറഞ്ഞ് ഞങ്ങൾ ഇത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം ഉറപ്പല്ലേ, ഇവരുടെ എല്ലാം ഹൃദയത്തിന്റെ ഉള്ളിൽ, തലച്ചോറിന്റെ ഉള്ളിൽ ഇവരെവിടെയുണ്ട്? ഈ കേരളത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ഇവിടുത്തെ മാതാപിതാക്കന്മാർക്ക് കണ്ണീരിന് കാരണമായി കുഞ്ഞുങ്ങൾ എവിടെയുണ്ടെന്ന് ഇവർക്കറിയാം. ഇതെല്ലാം ഒരു മാഫിയയുടെ ഭാഗമാണ്. ഇപ്പൊ ജസ്നയാണെങ്കിൽ പോലും ആരാ കൊണ്ടുപോയത്, എന്താ കൊണ്ടുപോയെന്ന് ഇവിടുത്തെ എല്ലാവർക്കും അറിയാലോ. അറിയാത്ത പോലീസിന് മാത്രമല്ലേ.
ഈ ജസ്ന ഈ മംഗലാപുരത്ത് ഉണ്ടെന്ന് വ്യക്തമായ വിവരം കിട്ടിയിട്ട് ആ മംഗലാപുരത്തേക്ക് പോലീസ് പോലും എത്താൻ സമ്മതിക്കാത്ത സർക്കാരല്ലേ ഇവിടെയുള്ളത്? ആ ഒരു നമുക്ക് കഴിഞ്ഞ ദിവസം കൊല്ലംകാരി കൊച്ചിനെ നഷ്ടപ്പെട്ടു. മിനിറ്റുകൾക്കുള്ളിൽ, മണിക്കൂറുകൾക്കുള്ളിൽ, അല്ലെങ്കിൽ എത്രയും സംവിധാനം ഉപയോഗിച്ചിട്ട് പോറലില്ലാതെ തന്നെ കണ്ടെത്താൻ പറ്റിയ ലോകത്തിലെ ഏറ്റവും വലിയ അന്വേഷണ സംവിധാനമാണ് കേരള പോലീസിനുള്ളത്. ഈ കേരള പോലീസിന് ഇത്രയും കുട്ടികളെ പറ്റി അറിവ് നേടാൻ പറ്റുന്നില്ല, കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഈ കുഞ്ഞുങ്ങളെ മുഴുവൻ ഇവിടുന്ന്, ഈ കുട്ടികളെ മുഴുവൻ ഇവിടുന്ന് ഒന്നെങ്കിൽ തീവ്രവാദ പ്രവർത്തനത്തിന്, അല്ലെങ്കിൽ സെക്സ് ട്രേഡിന്, സെക്സ് സ്ലേവുകളായിട്ട് കൊണ്ടുപോയതായിരിക്കും. ഇത് കണ്ടെത്തണം. കാരണം കൂടുതൽ കുട്ടികൾ ഇതിനകത്ത് പോയിരിക്കുന്നതിൽ ഭൂരിഭാഗവും ഈ ഒരു പ്രത്യേകിച്ച് രണ്ട് മതവിഭാഗങ്ങളുടെ കുട്ടികളാണ്, ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങളുടെ കുട്ടികളാണ്. ഇവർ നല്ലൊരു ശതമാനം കുടുംബങ്ങൾ പറയുന്നത് ഈ കുട്ടികളെ കൊണ്ടുപോയിരിക്കുന്നത് മുഴുവൻ വേറെ സമുദായത്തിലെ ആളുകളാണ്. അപ്പൊ ഇതിന്റെ പുറകിലുള്ള ഒരു മതപരമായ ഒരു പശ്ചാത്തലവും ഈ പോലീസിന്റെ അന്വേഷണത്തെ തടയുന്നതിനും ക്രൈംബ്രാഞ്ചിനും CBIക്കും പോലും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത കേസ് അവസാനിപ്പിക്കുന്നതിലും ഉണ്ട് എന്നുള്ളത് ആരോപണമാണ്. യാതൊരു സംശയമില്ലാതെ നമുക്ക് പറയാം. ആരോപണം ആരോപിക്കുന്നു. തീർച്ചയായിട്ടും അതല്ലെന്ന് പ്രൂവ് ചെയ്യേണ്ടത് അവരാണ്. തീർച്ചയായും. എന്താണ് ഈ വിഷയത്തിൽ, ഈ വിഷയം മാത്രമല്ല ഇത്തരം സമാനമായ വിഷയങ്ങൾ, ഒരു ഭരണ സംവിധാനത്തിൻ്റെ കാര്യക്ഷമത അളക്കുന്ന ഒരു അളവുകോൽ ആ ഭരണ സംവിധാനം ആ രാജ്യത്തെ പൗരൻ്റെ ജീവനും സ്വത്തിനും നൽകുന്ന സംരക്ഷണമാണ്. ഇവിടെ ഈ മിസ്സിംഗ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അടിസ്ഥാനപരമായ ആ പൗരൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന ഏറ്റവും അടിസ്ഥാനപരമായ ആ കാര്യത്തിൽ ഭരണകൂടം, ഗവൺമെൻറ് പരാജയപ്പെട്ടു എന്നാണ്. അതാണ് ഇത് നമുക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നാമത്തെ ചൂണ്ടുവലക. അങ്ങനെ ഗവൺമെൻറ് പരാജയപ്പെട്ടാൽ ജീവന് സ്വത്തിന് സംരക്ഷണം പിന്നെ ആര് കൊടുക്കണം? അതാ നിങ്ങൾ സ്വയം കണ്ടെത്തിക്കോണം എന്നുള്ളതാണ്. അതായത് നമ്മൾ വിശ്വസിച്ച ചില കാര്യങ്ങൾ ഒരു ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കുകയാണ്, അത് അവർക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മളെ തന്നെ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്കിവിടെ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന ഏറ്റവും പുരാതന കാലത്തെ സാഹചര്യത്തിലേക്ക് നമ്മളിപ്പോൾ പോവുകയാണ്. ഇതൊരു ജനാധിപത്യ ഭരണക്രമത്തിന് ഒട്ടും ഭൂഷണമല്ല. ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിലെ ഉദ്യോഗസ്ഥരുടെയും അതുപോലെ ഭരണ നേതൃത്വത്തിൻ്റെയും പരാജയത്തെ ഇത് കാണിക്കുന്നു. ഇതിന് അത്തരത്തിലുള്ള ഒരു വിഷയമുണ്ട്. ആ പരാജയം ഉണ്ടായിട്ടും അതിനെതിരെ പ്രതികരിക്കുന്നില്ലെങ്കിൽ അതിന് പിന്നിലൊരു കാരണം ഉണ്ടാവും. ആ കാരണം എന്താണെന്ന് കൂടെ നമ്മൾ കണ്ടെത്തണം. അവിടെ എന്ത് താല്പര്യങ്ങളുടെ പേരിലാണ് ഈ ആളുകളെ കണ്ടെത്താൻ കഴിയാവുന്നത്, എന്ത് താല്പര്യങ്ങളുടെ പേരിലാണ് ഈ ആളുകളെ കണ്ടെത്തുന്ന കാര്യത്തിൽ ഗവൺമെൻറ് വേണ്ടത്ര ശ്രദ്ധയോ താല്പര്യമോ കാണിക്കാത്തതെന്ന് കൃത്യമായിട്ട് കണ്ടെത്തിയാൽ മതിയാവും. കാരണം ഒരു വർഷം ഇതിപ്പോൾ ഈ പറഞ്ഞ 2822 5 വർഷം കൊണ്ട് 2822 എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഏകദേശം 530-540 അത്രയും പേരാണ് മിസ്സിങ്. 560 പേര് മിസ്സിംഗ് ആണ്. 560 പേര് മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ അത് ചെറിയ സംഭവമാണ്. ഒരു വർഷം നമ്മളെ 14 ജില്ലകളേ ഉള്ളൂ നമുക്ക്. അപ്പോൾ അത് ഇവിടെ ഗുരുതരമായ കൃത്യവിലോപം, ആ കൃത്യവിലോപത്തിന് ഉണ്ടെന്ന് ആരോപിക്കുന്നവർക്കൊക്കെ അറിയാമല്ലോ. അതിനെയും മറികടക്കത്തക്ക രീതിയിലുള്ള മറ്റെന്തൊക്കെയോ കാര്യങ്ങളുടെ പിന്തുണയോ ഭീഷണിയോ പ്രേരണയോ ഒക്കെ ഇതിന് പിന്നിലുണ്ട്. ഇത് ഗവൺമെന്റ് ഉത്തരം പറയേണ്ട കാര്യമാണ്, സർക്കാർ ഉത്തരം പറയേണ്ട കാര്യമാണ്. തീർച്ചയായും. പക്ഷേ എനിക്ക് ജസ്ന ജെയിംസിന്റെ ഈ സംഭവം എനിക്കൊന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഊഹാപോഹങ്ങൾക്ക് വഴിതെളിച്ച ഒരു സംഭവം കൂടിയാണ്. ജസ്നയുടെ പിതാവിന് എതിരെ പോലും ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു, പിതാവിനെതിരെ പോലും. എന്നിട്ട് പോലീസിൻ്റെ അതിബുദ്ധിമാന്മാരായ പോലീസ് അവർ പണിതുകൊണ്ട് ദൃശ്യം സിനിമകളൊക്കെ കാണുന്ന പോലീസ് അവർ പണിതുകൊണ്ടിരുന്ന വീടിൻ്റെ തറക്കല്ല് മാന്തി അതിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമോ എന്ന രീതിയിൽ അതിപ്രശസ്തമായിട്ടുള്ള ശൈലികൾ പരീക്ഷിച്ച ഒരു കേസ് കൂടിയാണ്. വ്യക്തിപരമായി എൻ്റെ വീടിന് വളരെ അടുത്തുള്ള ഈ കുട്ടിയുടെ വീടും ഈ പ്രദേശങ്ങളുമൊക്കെ. അപ്പം ഞാൻ ഈ വിഷയത്തെ എല്ലാം കാണുമ്പോൾ അങ്ങനെയൊക്കെയോ എല്ലാ വഴികളും നോക്കി എന്ന് ഒരു വശത്ത് പോലീസ് പറയുന്നു. KG സൈമണിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നുണ്ട് പ്രത്യേകിച്ച്. അതിനുശേഷം CBIയുടെ അന്വേഷണം വന്നപ്പോൾ അത് ഞാൻ ഓർക്കുന്നു അതൊരു ഇലക്ഷൻ്റെ സമയത്താണ് ആ ഒരു അന്വേഷണത്തിന് ഉത്തരവിടുന്നതും അതിൽ രാഷ്ട്രീയമായിട്ട് പല പ്രത്യേക രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ അതിനകത്ത് ഒത്തിരി തരത്തിലുള്ള ആ കേസിനെ വലിയ രീതിയിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പോലും സാധ്യതയുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് പ്രത്യേക രീതിയിലുള്ള രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പ്രത്യേക താല്പര്യങ്ങൾ പോലും ആ വിഷയത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടൊരു സമയത്താണ് ഈ കേസ് CBIയെ ഏൽപ്പിക്കുന്നത്. ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ CBIയുടെ ഈ മുന്നേറ്റം വലിയ പ്രതീക്ഷകൾ വന്നു. കാരണം പല ഘട്ടത്തിലും എനിക്ക് തോന്നുന്നു ജസ്നയെ കണ്ടുകിട്ടി എന്ന നിലയിൽ തന്നെ 4-5 ബ്രേക്കിങ്ങുകൾ നമ്മൾ തന്നെ ഈ ഘട്ടത്തിൽ
പറഞ്ഞിട്ടുണ്ട്. പല വട്ടത്തിൽ നമ്മൾ ചർച്ചകൾ പോലും നടത്തിയിട്ടുണ്ട്. കാരണം ആ നിലയ്ക്ക് പുരോഗതി ഈ അന്വേഷണത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത് ഈ കാലം അത്രയും. പക്ഷേ അറ്റ് ദിസ് മൊമെന്റ്, ഈ ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് പോലീസിൻ്റെ അല്ലെങ്കിൽ CBIയുടെ ട്രാക്ക് പെട്ടെന്ന് മാറിയത്, അല്ലേ, പെട്ടെന്ന് മാറിയത് എന്നത് ഒരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ട്. അപ്പം ജസ്ന എന്നൊരു വ്യക്തി അവിടെ നിൽക്കുന്നു, ജസ്ന എന്നൊരു വ്യക്തി. പക്ഷേ പ്രത്യേകിച്ച് നമ്മുടെ ഒരു ക്യാമ്പസിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ കാഞ്ഞിരപ്പള്ളി സെൻറ് ഡൊമിനിക്സ് കോളേജ് എന്ന് പറഞ്ഞാൽ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. ആ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിനിയാണ് ജസ്ന. മുണ്ടക്കയം എന്ന് പറയുന്നത് ഈ പറയുന്ന കോളേജിൽ നിന്ന് 15-20 മിനിറ്റ് സമയം മാത്രം ഉള്ള സ്ഥലമാണ്. യാത്രയെ ബസ്സിൽ പോയി എന്ന് പറയുന്നു, എൻ്റെ വിഷ്വൽ ഉണ്ടെന്ന് പറയുന്നു, എങ്ങോട്ടോ പോയി എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഊഹാപോഹങ്ങൾ മാത്രമേ നമ്മുടെ ഉള്ളൂ. നമ്മളതുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ആളുകൾ സംസാരിച്ചു സംബന്ധിച്ചു ഒക്കെ നമ്മൾ ചെയ്തതുമാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു, ജസ്റ്റ് അത് കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങ് പറഞ്ഞതുപോലെ, അങ്ങ് പറഞ്ഞതുപോലെയുള്ള പല കാരണങ്ങൾ അതിലേക്കുണ്ടാകാം. പക്ഷെ നമുക്ക് അതിലൊരു ആൻസർ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതെല്ലാം ഏറെക്കുറെ നമ്മുടെ മുമ്പിലുള്ള ചില അസംഷൻസ് മാത്രമായിരിക്കാം. അപ്പം അങ്ങനെയുള്ള ഘട്ടത്തിൽ ഇനി CBI ഒരു കേസ് നോ പറഞ്ഞാൽ അതൊരു കേസ് തീർന്നു എന്ന് നമ്മൾ കരുതേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. അതിനകത്ത് എനിക്കിതിനകത്ത് പറയുമ്പോൾ ഞാൻ കോടതിയെ പോലും ഒരു ചെറുതായിട്ടൊന്ന് കുറ്റപ്പെടുത്തും. അതിനകത്ത് ഈ പല സംഘടനകളും ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. സൈമൺ സാറിന്റെ അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിന് ശേഷം കോടതി നിപ്പിന് അദ്ദേഹത്തെ കക്ഷിയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തള്ളി. പക്ഷേ അവിടെ നീതിപൂർവം കാണേണ്ട ഒരു കോടതി അദ്ദേഹത്തെ ആ സമയത്ത് കോടതി വിളിച്ചൊരു സ്റ്റേറ്റ്മെന്റ് എടുക്കാലോ, അല്ലെങ്കിൽ ഏതെങ്കിലും മജിസ്ട്രേറ്റിനോട് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യാൻ ആവശ്യപ്പെടാം. അദ്ദേഹം അത്രയും പറഞ്ഞതല്ലേ. എനിക്ക് ചില കാര്യങ്ങൾ അറിയാം, അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ രഹസ്യം ഇപ്പോൾ ദൃശ്യ സിനിമയിൽ മോഹൻലാൽ പറയുന്നില്ല, രഹസ്യം എന്നോട് കൂടെ. അതൊരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ് പറയുന്നത്. ഇദ്ദേഹം പിന്നെ ഈ കാലഘട്ടത്തിൽ ഇരുന്നിട്ട് കേരളം കണ്ട ഏറ്റവും നല്ല പോലീസ് ഓഫീസേഴ്സിൽ ഒരാളാണ്, തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ അദ്ദേഹം പോലും ഇതൊരു വ്യക്തിയുടെ ഒരു തന്റെ മുമ്പിൽ അന്വേഷണത്തിന് വിധേയമായ ഒരു കുട്ടിയുടെ കാര്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ കേരളത്തോളം എന്ത് നീതിയെ ചെയ്തിട്ടുണ്ടാവുക? ഒരു നീതിയും ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ ഞാൻ വ്യക്തമായിട്ട് ആരോപണം പറഞ്ഞില്ലേ, ആരോപണം പറയാൻ കാരണമുണ്ട്. അതേ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഈ കഴിഞ്ഞ ആഴ്ച ഒരു കുട്ടി നഷ്ടപ്പെട്ടു. കഴിഞ്ഞ ആഴ്ച ഒരു കുട്ടി നഷ്ടപ്പെട്ടിട്ട് അതിന്റെ പാരൻസ് നഷ്ടപ്പെട്ട് ഒരു 5-6 മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ആ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് ആ പോലീസുകാര് ഒന്ന് ആ വീട്ടിൽ ചെല്ലുകയോ അന്വേഷിക്കുകയോ ചെയ്തില്ല. ഒരു ഇതുമില്ല. ഇത്രയും പ്രായമുള്ള കുഞ്ഞല്ലേ, പോയ ഇങ്ങോട്ട് തിരിച്ചു വരും. 18 വയസ്സ് തികഞ്ഞിട്ട് 3 ദിവസമായ ഒരു കുഞ്ഞാ. പോലീസ് ചെയ്തില്ല. നമ്മൾ വ്യക്തിപരമായി നടത്തിയ അന്വേഷണത്തിൽ ആ കുഞ്ഞ് ഈ പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു വക്കീലിന്റെ ഓഫീസിലായിരുന്നു ഉണ്ടായിരുന്നു. അവർ കൊണ്ട് ഒളിപ്പിച്ചത്. പിറ്റേ ദിവസം വർക്കിംഗ് ഡേ ആയി കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ടാണ് പുറത്തു വിട്ടത്. അപ്പൊ ആ പോലീസ് കേസ് എടുക്കാൻ പോലും തയ്യാറാകുന്നില്ല. അത് ഈ കേരളത്തിലുണ്ട്. ഈ കേരളത്തിൽ ഇപ്പോഴും നടക്കുന്നു. അതേ ജില്ലയില് ഇവിടെ അപ്പൊ ഇങ്ങനെ വേദനിക്കുന്ന 100 കണക്കിന് ആളുകളുണ്ട്. ആ ആളുകളുടെ എല്ലാം മനസ്സിൽ കൃത്യമായിട്ടുണ്ട്, ഇത് ഇന്ന ആളുകൾ കൊണ്ടുപോയതാണ്, അവരുടെ കസ്റ്റഡിയിലുണ്ട്, അവർ ഈ കൊച്ചിനെ കൊണ്ടുപോയിട്ടുണ്ട്, അതിന് സർക്കാർ ഒത്താശയുണ്ട്. ഭരണകക്ഷി സർക്കാരിന് ഒത്താശയില്ലാതെ ഒരിക്കലും ഈ കൊച്ച് പോയി എന്ന്, ഈ കൊച്ച് മിസ്സിംഗ് ആയ നാൾ മുതൽ കേരളം മുഴുവൻ പോലീസും ആൾക്കാരും അന്വേഷിച്ച് നടക്കുക. ഇത്രയും ഇന്റലിജൻസ് സംവിധാനങ്ങൾ, ഇതുപോലെ പോലീസ് കാവൽ നിൽക്കുന്ന ഈ എയർപോർട്ടുകളിൽ നിന്ന് ആ കൊച്ചിനെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? സർക്കാരിന്റെ സഹായമില്ലാതെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. വിദേശത്തേക്ക് കൊണ്ടുപോയി ഉറപ്പാണ്. വിദേശത്തേക്ക് പോയെന്നുള്ള ഉറപ്പാണല്ലോ. ആ കുഞ്ഞ് മംഗലാപുരത്ത് നിന്ന് ഫ്ലൈറ്റ് കയറി എന്നുള്ള ഉറപ്പാണല്ലോ. അല്ല, എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള ഇപ്പൊ ഈ രണ്ടാമത് പറഞ്ഞ കേസില്ലേ, വക്കീൽ ഓഫീസിൽ 18 വയസ്സ് പൂർത്തിയായ 3 ദിവസം. നേരത്തെ നമുക്ക് ഈ മറ്റേ രജിസ്റ്റർ ഓഫീസുകളിൽ മാരേജ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന്റെ നോട്ടീസ് 1 മാസത്തേക്ക് രജിസ്റ്റർ ഓഫീസുകളിൽ പബ്ലിഷ് ചെയ്യണം. അത് സൈറ്റിലൂടെ കൊടുക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ സൈറ്റിൽ കൊടുക്കണ്ട. ഇപ്പൊ അത് രജിസ്റ്റർ ഓഫീസിൽ പതിച്ചാൽ മതി. അവിടെ പതിച്ചാൽ 1 മാസം പോയിട്ട് അത് 1 ദിവസം പോലും അവിടെ ഇരിക്കില്ല. ഒന്നാമതേ ആ ഫോട്ടോസ് ഒന്നും ക്ലിയർ ആയില്ല, അതിന്റെ പ്രിന്റ് വളരെ മോശമായിരിക്കും, നമുക്കൊരാളിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് 1 മാസം പോയിട്ട് 3 ദിവസം പോലും അവിടെ കാണില്ല, അത് പറിച്ച് ആരെങ്കിലുമൊക്കെ കളയും, ലൈന് മുകളിൽ കൊണ്ടുവന്ന് വേറെ ഒട്ടിക്കും. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള ലീഗലി ആണെന്ന് കാണിക്കാവുന്ന രീതിയിലുള്ള രജിസ്റ്റർ മാരേജുകൾ ഈ 18 വയസ്സ് പൂർത്തിയാകുന്നതിൻ്റെ 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ മുതൽ
ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. ജസ്റ്റിന് അറിയാൻ പറ്റിയത് സാറേ അത് മാത്രമല്ല സാറേ, നമ്മളൊരു ജെന്യൂനായിട്ട് ഒരു അറേഞ്ച്ഡ് മാരേജ് നമ്മുടെ പള്ളികളിലോ അമ്പലങ്ങളിലോ ഒക്കെ നടത്തിയിട്ട് ആ നടത്തിയ സർട്ടിഫിക്കറ്റുമായിട്ട് രജിസ്റ്റർ ഓഫീസിൽ ചെന്ന 10 പ്രാവശ്യം നമ്മൾ നടത്തിക്കും. സത്യം. ആ നടത്തിക്കുന്ന അതേ ഓഫീസിൽ ഇത്തരക്കാരൊരു കൊച്ചിനെ കൊണ്ട് അടിച്ചോണ്ട് ചെന്ന് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് ആ കൊച്ചുങ്ങളുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് പുറത്തിയാകും. അതെങ്ങനെ സംഭവിക്കുന്നു? അതെങ്ങനെ സംഭവിക്കും? ആരാണ് നിയമ സംവിധാനം? അത് സർക്കാർ സംവിധാനങ്ങൾ. ഈ രജിസ്ട്രേഷൻ വകുപ്പുകളിൽ ഇരിക്കുന്ന ആളുകളുടെ അജണ്ട എന്താണെന്നുള്ള ചോദ്യമാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. തീർച്ചയായിട്ടും. ഇപ്പൊ ഈ പറഞ്ഞ മജിസ്ട്രേറ്റിന്റെ അടുത്ത് ഇത് കൊടുക്കുന്ന മൊഴി കൊടുക്കുന്ന കേസ് പറഞ്ഞില്ല, വാസ്തവത്തിൽ ഈ റിട്ടയർമെന്റിന് 2 ദിവസം മുമ്പ് പത്രസമ്മേളനം നടത്തി ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ട നമ്മുടെ ലോകനാഥ് ബെഹ്റ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി അപ്രകാരം ഒന്ന് എടുത്താൽ എങ്ങനെ ഇരിക്കും അവസ്ഥ? ഇവരെല്ലാം അറസ്റ്റ് ചെയ്യണമെന്നേ, ഇവരെല്ലാം അറസ്റ്റ് ഞെട്ടിക്കുന്ന വിവരങ്ങളല്ലേ, സ്ലീപ്പിംഗ് സെല്ലിൽ നിന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഏറ്റവും ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് ലോകം ബെഹ്റയ്ക്ക് അത് പിൻവലിക്കേണ്ടി വന്നത് നമ്മൾ ഈ കൂടി ചേർത്തു. അല്ല, അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ ഒരു ബോംബിന്റെ അടിയിൽ കൊണ്ടുപോയി ജീവിക്കുമായിരുന്നു എന്ന് ഇദ്ദേഹം വെളിപ്പെടുത്തുക. തീർച്ചയായും. അപ്പൊ ഇദ്ദേഹം അവിടെ എന്തിനായിരുന്നത്? നമ്മുടെ കാശ് മേടിച്ച് ഈ ജനത്തെ മുഴുവൻ ഇവിടുത്തെ ഏതോ ഒരു തീവ്രവാദ വിഭാഗത്തിന്റെ ആളുകളുടെ കസ്റ്റഡിയിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടിട്ട് ഇയാള് ശമ്പളം മേടിച്ച് പുറത്തിറങ്ങിയിട്ട് പറയാ ഇങ്ങനെയൊക്കെ ഉണ്ട് സ്ലീപ്പിംഗ് സെൽസ് ഉള്ളത്. ഇത് ആരോടാ? പിൻവലിക്കേണ്ടി വന്നുവെങ്കിലും അദ്ദേഹം അത് പറഞ്ഞു എന്നത് തന്നെയുള്ള കാര്യമാണ്. അല്ല, അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ കാരണം ഉണ്ടായിരുന്നു. പിൻവലിച്ചു എന്നുള്ളതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇല്ലെന്നാകുന്നില്ല. ഇത് തന്നെയാണ് അച്യുതാനന്ദൻ പറഞ്ഞ കാര്യം മുതലുള്ള സംഗതികൾ നമ്മൾ പുറത്തെടുക്കേണ്ടത്. അതായത് അദ്ദേഹം എന്താണ് പറഞ്ഞത്? 2020 പ്ലാൻ ഉണ്ടെന്ന്. അതെ, 20 വർഷം കഴിയുമ്പോൾ 20 വർഷം പോപ്പുലർ ഫ്രണ്ടിന്റെ അജണ്ടകൾ അദ്ദേഹം പറഞ്ഞു. അവരുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി ഇതിനെ ഞാൻ ഇതിനപ്പുറത്ത് ഞാൻ ഈ മേഖലയിൽ ഇടപെടുന്ന ഏറ്റവും കൂടുതൽ എനിക്ക് ഈ കാര്യം പറഞ്ഞപ്പോൾ ഭയങ്കര വികാരമായിരുന്നു. കാരണം ഈ ഇങ്ങനെയുള്ള പയ്യന്മാര് ഇങ്ങനെയുള്ളവരുടെ കസ്റ്റഡിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്ന ചില കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തി കഴിയുമ്പോൾ ഇവരുകൊണ്ട് ഒരു ഹെബിയസ് കോർപ്പസ് കൊടുക്കും. ഈ ഹെബിയസ് കോർപ്പസിന് പ്രത്യേക ആളുകളുണ്ട് ഹൈക്കോടതിയിൽ. ഹെബിയസ് കോർപ്പസ് കൊടുത്തു കഴിഞ്ഞുണ്ടല്ലോ, നമ്മൾ കാണേണ്ട ഇവരുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നതാ. ഏതെങ്കിലും ജില്ലാ കോടതികളിൽ ഹാജരാക്കാൻ പറയും, വീഡിയോ കോൺഫറൻസിന് വളരെ അപൂർവമായിട്ട് ഡയറക്ടർ കോടതി ഹാജരാക്കാൻ വേണ്ടി പറയുക, ലീഗൽ സർവീസ് അതോറിറ്റി മുഖേന ഹാജരാക്കാൻ വേണ്ടി പറയും. അവിടെ ഹാജരാക്കുമ്പോൾ ഈ പറയുന്ന പരാതിക്കാരൻ, ഹെബിയസ് കോർപ്പസിലെ പരാതിക്കാരൻ ഒറ്റയ്ക്കായിരിക്കും വന്ന് നിൽക്കുക. ഈ കൊച്ചിനെ നമ്മുടെ വീട്ടിൽ നിന്ന് തലേദിവസം പൊക്കിക്കൊണ്ടുപോയ അമ്മയും അപ്പനെയും പോലും കൂടെ പോകാൻ സമ്മതിക്കല ഈ പോലീസുകാര്. എന്നിട്ട് ഇവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ അവസരം ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് രാത്രിയിൽ ഇവര് പറഞ്ഞു കൊടുക്കും ഈ കുഞ്ഞുങ്ങളോട്, നിങ്ങൾ അവന്റെ കൂടെ പോയതല്ലേ, അവനെ ചതിക്കുന്നത് എങ്ങനെയാന്ന്. ഈ പിള്ളേരുടെ തിരിച്ച് ഈ മാതാപിതാക്കളുടെ കൂടെ പോരാനുള്ള തീരുമാനത്തെ പോലും മാറ്റിമറിക്കാനുള്ള സംവിധാനങ്ങൾ, ബ്രെയിൻ വാഷിംഗ്, പച്ച വെളിച്ചം പോലീസ് സംവിധാനത്തിലുണ്ട്. പോലീസ് സംവിധാനത്തിലുണ്ട്. ആ പോലീസ് സംവിധാനം വളരെ, അതാണല്ലോ ഈ മൂവാറ്റുപുഴയും കോതമംഗലത്തെ മനോജിനെയും ഒക്കെ ആക്രമിച്ചു കഴിഞ്ഞപ്പോഴും പിടിക്കപ്പെട്ടത്. ഈ സംവിധാനം പരസ്യമായിട്ട് പോലീസ് സേനയ്ക്കകത്തുണ്ട്. ഇപ്പോഴും ഉണ്ട്. അങ്ങനെയാണ് മനോജിന്റെ വിഷയത്തിൽ പോലീസിനെതിരെ ആ തീവ്ര കേസെടുക്കുകയും അത് അന്വേഷണത്തിന് വിധേയമാക്കുകയും ഒരാളെ മാത്രം പുറത്താക്കി. കാരണം മനോജ് യാത്ര ചെയ്യുന്ന വിവരവും മനോജ് പോകുന്ന വിവരവും എല്ലാം ചോർത്തി കൊടുത്ത് ഒരു SDPI കാരനായ അതിനെ പോലീസ്, അതിനെ പച്ച വെളിച്ചം. അവർ കേരളം മുഴുവനുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനും ആധിപത്യമുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനും. ഒരു കൊച്ചിനെ 62-കാരനായ ഒരു മനുഷ്യൻ 20-കാരിയെ റേപ്പ് ചെയ്ത് വീഡിയോയ്ക്കകത്ത് പകർത്തിയിട്ട് അവളെ നിക്കാഹ് കഴിക്കാമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. അത് പരാതി കൊടുക്കാൻ വേണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പരാതി എടുക്കണില്ല. കാരണം അവിടെ ഇരിക്കണ CI SI അവിടെ ഇരിക്കണ റൈറ്റർ അടക്കം ആരാ? എല്ലാ ടീമുകളാ. അവർ എഴുതിയെടുക്കണില്ല. ആ ഒരു കൊച്ചിനെ അവിടുന്ന് പിന്നെ സ്പെഷ്യൽ ഹൈക്കോടതി ഓർഡർ എല്ലാം മേടിച്ചിട്ട് കൊണ്ട് ഹാജരാക്കിയത് കിലോമീറ്ററുകൾക്ക് അപ്പുറം അടുത്ത ജില്ലയിൽ വേറെ സ്ഥലത്ത് കൊണ്ടൊരു മജിസ്ട്രേറ്റ് മുമ്പിൽ കൊണ്ടുപോയിട്ട് 164 സ്റ്റേറ്റ്മെന്റ് എടുക്കണേ. ഇതൊക്കെ ഈ കേരളത്തിൽ നടക്കുന്ന കാര്യമാണ്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യം. ഇതുകൊണ്ടാണ് ജനം മടുത്ത് ഈ സർക്കാരിൽ നിന്ന് ഓടുന്നത്. ഇതിനെല്ലാം ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ഈ സർക്കാരാണ്. ഈ ഗവൺമെന്റിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട് ഈ കാര്യത്തിൽ. അതൊന്നും തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല. അത് എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ മുസ്ലിം സമുദായത്തെ ഇതിന്റെ പേരിൽ കുറ്റപ്പെടുത്തുകയൊന്നുമില്ല. അതിനകത്തുകൊണ്ട് എന്താണ് നന്മയും നീതിയും. ഒരു കുറ്റത്തിലേക്ക് നമ്മൾ പോകേണ്ടത്. പക്ഷെ ഒരു വിഭാഗം ഒരു തീവ്ര വിഭാഗം വളരെ കൃത്യമായി രാജ്യം ചെയ്തത് ഈ പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുകയും ചെയ്യുന്നു. ഇപ്പോഴും നിയമ സംവിധാനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന ആരോപണമാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് ബോധപൂർവം അല്ലെങ്കിൽ എന്തിനാണ് ഇവർ ഐസ്ക്രീമിനകത്ത് മയക്കുമരുന്ന് കൊടുക്കുന്നത്? ഒരു കൊച്ചിനെ പ്രേമിച്ച് കല്യാണം കഴിച്ചുകൊണ്ട് പോകാൻ എന്തിനാ? ആ കൊച്ചിന്റെ വീഡിയോ കിസ് ചെയ്യുന്നതും അതുപോലെ തന്നെ അതുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇടപാടുകൾ നടത്തുന്ന വീഡിയോ എടുത്ത് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് പിള്ളേരെ എന്തിനാ കൊണ്ടുപോകുന്നത്? പ്രണയമാണെങ്കിൽ
അതുകൊണ്ടാണ് ഇതിനെ പ്രണയിച്ചത് എന്ന് പറയുന്നത്, യെസ് ഇതിനെ പ്രണയക്കണി എന്ന് പറയുന്നത്. യെസ്, വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള കേസുകൾ മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യത്ത്, ഈ നാട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ മാധ്യമ ശ്രദ്ധ കിട്ടിയ ഒരു കേസിന് പോലും ഇതാണ് അവസ്ഥയെങ്കിൽ ഇപ്പോൾ 2825 പേരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല. പത്രമാധ്യമങ്ങളിൽ വളരെ വിരളം ആയ ആളുകളെ കുറിച്ച് മാത്രമേ കേട്ടിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും മാധ്യമ ശ്രദ്ധ കിട്ടിയ കേസിൽ പോലും നടപടികളുടെ വേഗം ഇതാണെന്ന് നമ്മൾ കാണുകയും ഈ കേസുമായി മുന്നോട്ട് പോകുന്നില്ലെന്ന് കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസി തന്നെ പറയുകയും ചെയ്യുന്ന ഘട്ടത്തിൽ മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ടെൻഷൻ എത്രത്തോളം വലുതായിരിക്കും, അവരുടെ കേസുകൾക്ക് എന്ത് പരിഗണനയാണ് കിട്ടാൻ പോകും. ഇത്രയും മാധ്യമ ശ്രദ്ധ കിട്ടിയ കേസിന് പോലും ആ നിലയ്ക്കുള്ള കൺക്ലൂഷനാണ് കിട്ടിയതെങ്കിൽ ഇത് നൽകുന്നൊരു സൂചന വളരെ അപകടം പിടിച്ചൊരു സൂചനയാണ്. അതായത് ഈ നാട്ടിൽ നമ്മൾ കാവലേൽപ്പിച്ചിരിക്കുന്ന, നമുക്ക് കാവൽ നിൽക്കേണ്ട ആളുകൾ നമുക്കാണോ കാവൽ നിൽക്കുന്നത്, അതൊരു പ്രത്യേക താല്പര്യങ്ങളും പ്രത്യേക അജണ്ടകളും വെച്ചുകൊണ്ടാണോ അവരുടെ കാവൽ, അവർ ആ കാവൽ മാടങ്ങളായി മാറുന്നത്? വളരെ പ്രധാനപ്പെട്ട ജനത്തിന് അല്ലെ ജോസഫ് സാറ് പറഞ്ഞു, ജനത്തിന് ജീവിക്കാൻ സുരക്ഷിതം കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഗവൺമെന്റ് ഏറ്റവും പ്രാഥമിക ഉത്തരവാദിത്വം. അത് ചെയ്യുന്നില്ല. അതായത് ഗവൺമെന്റ് അതിന്റെ അടിസ്ഥാന ഉത്തരവാദിത്വത്തിൽ പരാജയപ്പെട്ടു എങ്കിൽ അത് ആർക്ക് വേണ്ടിയാണ് ആ പരാജയത്തിന് വഴിയിലേക്ക് ഒരു പോയെന്നുള്ളതാണ് ആ ചോദ്യത്തിന്റെ പ്രസക്തി വരുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം എളുപ്പം കിട്ടുകയുമില്ല. അതായത് അത്യാവശ്യം അന്വേഷണ മികവും താല്പര്യവും കഴിവും ഉള്ളവരെ മുഴുവൻ പെറ്റി അടിക്കാനും ക്യാമറ മൊബൈൽ പിടിക്കാനും വേണ്ടി ഹൈവേയുടെ നടുവിൽ നിർത്തിയേക്കുക. ബാക്കിയുള്ളൊരു പിണറായിയുടെ പുറകെ സെക്യൂരിറ്റിയും. എവിടെ ജനത്തിന് സെക്യൂരിറ്റി ഉള്ളത്? സ്വന്തം വീട്ടുമുറ്റത്ത് കളിക്കുന്ന കൊച്ചിനെ അല്ലേ എന്നാൽ അടിച്ചുകൊണ്ട് പോയത്? എന്നിട്ട് പോലീസിന്റെ മികവാണോ ആ കൊച്ചിനെ കിട്ടിയത്? അത് ഈ സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളും നടത്തിയ ശക്തമായ ജാഗ്രതയാണ് ആ കൊച്ചിനെ അവർ ഉപേക്ഷിക്കാൻ നിർബന്ധിതരായത്. എന്നിട്ട് അത് എടുത്തുകൊണ്ട് പോകുമ്പോൾ കണ്ടു അവരുടെ സ്നേഹവും കാര്യങ്ങളും. പോലീസ് അന്വേഷിച്ചില്ല എന്ന്, കഷ്ടപ്പെട്ടില്ല എന്നും പറയുന്നില്ല, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു സ്വാതന്ത്ര്യം, അതായത് ഇത്തരക്കാരെ നേരിടാൻ, ഇത്തരക്കാരുടെ പുറകെ പോയി അവരുടെ ഇത്തരത്തിലുള്ള ബോധപൂർവമുള്ള പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇടപെടാനുള്ള സ്വാതന്ത്ര്യം പോലീസ് സംവിധാനത്തിന് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പും മന്ത്രിയും നൽകുന്നില്ല, സർക്കാർ നൽകുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ സൈമൺ, തീർച്ചയായിട്ടും കെ ജി സൈമൺ സാർ ആ പേര് പറയും, ബെഹ്റ സാർ പേര് പറയും, ടോമിൻ തച്ചങ്കരി സാർ ആ പേര് പറയും, യാതൊരു സംശയവുമില്ല. കാരണം ഒത്തിരിയേറെ പേര് നമ്മൾ കേട്ടിട്ടുണ്ട്. ബാംഗ്ലൂർ കൊച്ചിനെ കണ്ടിട്ടുണ്ട്, മംഗലാപുരത്ത് കണ്ടിട്ടുണ്ട്, ഗൾഫിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇത്രയും പേര് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ വന്ന് പ്രതികരിക്കുമ്പോൾ ഏതൊരു കേസിനകത്ത് ജയിലിൽ കിടന്ന ഒരാള് അഭിപ്രായം പറഞ്ഞ കാര്യം പറയുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ ഉണ്ടായിട്ട് ഒരു കൊച്ചിനെ കണ്ടുപിടിക്കാൻ, അത് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ് എന്ന് കരുതുന്ന അല്ല, അതങ്ങനെ തന്നെയാണ്. പക്ഷെ അവരെ പൂട്ടിയിട്ടേക്കുക, അവരെ അത് പൂട്ടിയിട്ടേക്കുന്നു. ഒരു വിഭാഗത്തെ പൂട്ടിയിട്ടേക്കുന്നു, മറുവിഭാഗത്തെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് മുന്നോട്ടേക്കുള്ള ഇത്തരം സാഹചര്യങ്ങൾ ആവർത്തിക്കില്ല, അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ ആവർത്തിക്കരുത് എന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നിവിടെ ഒന്ന് ആലോചിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അതിലെന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ചോദ്യം പറഞ്ഞ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ജോസഫ് സാറിന്റെ അഭിപ്രായം എന്താ അതിനകത്ത്? അല്ല, എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് നമ്മൾ ജാഗ്രത എന്ന ഒരു അത് പറഞ്ഞാൽ അങ്ങ് വെറുതെ അത് വളരെ പ്ലെയിൻ ആയിട്ട് പോകണം. അത് ജാഗ്രത എന്ന് പറയുന്നത് ഒരു സിസ്റ്റം കൊണ്ടുവരണം, ഒരു സിസ്റ്റമാണ് ഒരു ജാഗ്രത എന്ന് പറയുന്നത്. ആ ജാഗ്രത എന്ന് പറയുന്നത് പോലീസ് സംവിധാനങ്ങൾക്ക് മാത്രം സാധിക്കുമാണോ? നമ്മുടെ വീടുകൾ, നമ്മുടെ ഇടങ്ങൾ, അയൽപക്കം, ഈ ബന്ധങ്ങളൊക്കെ തന്നെ നമ്മൾ ഇന്ന് അവരെയൊക്കെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, സദാചാര പോലീസിങ്ങിനൊക്കെ വിളിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മറ്റുള്ളവരുടെ പ്രൈവസി, അതിനെല്ലാം പ്രൈവസിയായി കാണുകയും ആളുകളെല്ലാം മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ആളുകളൊക്കെ ഇൻഡിവിജ്വലായി ആ ഒരു കൂട്ടിലായി ആളുകൾ പാക്ക് ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് മറ്റുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ഇടപെടാൻ പറ്റാത്തൊരു കാലത്ത് നമുക്കറിയാം. ജസ്നയുടെ കേസുമായി ബന്ധപ്പെട്ട് ഓട്ടോ ഡ്രൈവർമാരുണ്ട്, ചുറ്റുവട്ടം നിൽക്കുന്ന സുഹൃത്തുക്കളുണ്ട്. ഇതുമായി വളരെ ബന്ധപ്പെട്ട് വളരെ സോളിഡായി എവിഡൻസ് തരാൻ പറ്റുന്ന പല മനുഷ്യരും ഉണ്ടായിരുന്നു. അവർ ഇൻവോൾവ് ആയില്ലൊന്നല്ല, പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള റെസ്പോൺസ് ഇവരുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും ഈ കുട്ടിയെക്കുറിച്ച് ഒരു കൃത്യമായ ഡോക്യുമെന്റ് പോലും, ഡേറ്റ പോലും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇടങ്ങളിൽ നമ്മൾ ഒരു പരസ്പരം ഷെയർഡ് റെസ്പോൺസിബിലിറ്റി, അല്ലെ, ഒരു വീടുകളിലെ കാര്യങ്ങളിലുമൊക്കെ നമുക്ക് പണ്ടുണ്ടായിരുന്ന ഒരു വലിയ ഊഷ്മളമായ അയൽപക്ക ബന്ധങ്ങൾ പോലും ഉണ്ടാകുന്നത് ഇതിനെ കുറെ കൂടി അടുപ്പിക്കും. കമ്മ്യൂണിറ്റി പോലീസ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ ഐക്യപ്പെട്ട ഒരു സംവിധാനം ഉണ്ടാക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മളൊക്കെ കർഷകരാണ്. നല്ലൊരു ശതമാനം കേരളത്തിലെ മലയാളികളായിട്ടുള്ള ഒരു കർഷകരാണ്. നമ്മുടെ ചേമ്പും ചേനയും ഒക്കെ നട്ട
അത് കൊത്തിപ്പറിക്കാനും മാന്താനും വരുന്ന എലിയെയും പന്നീനെയും കെണി വെച്ച് പിടിക്കാൻ നമുക്കറിയാം. ഇനി അതല്ലെങ്കിൽ അത് കയറാതെ നോക്കാനുള്ള വഴികൾ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ സ്വന്തം കുടുംബത്തിൽ കയറി തോണ്ടാനും മാന്താനും വരുന്ന ഇത്തരക്കാരെ നേരിടാനുള്ള വഴികളും തീർച്ചയായിട്ടും നമ്മൾ നേടണം എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അതിൻ്റെ അകത്ത് പ്രായോഗികമായ പല പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇതെല്ലാം ഒരു മാനസിക നില കൂടി ഇതിൻ്റെ അകത്തൊക്കെ ഉണ്ട്. തീർച്ചയായും വെറുതെ ഒരു യാന്ത്രികമായ ഒരു സംഭവങ്ങളല്ലോ. സോഷ്യൽ മീഡിയയുടെ അമിതമായ സ്വാധീനം ആർക്കും നിഷേധിക്കാൻ പറ്റും. സോഷ്യൽ മീഡിയ, മൊബൈൽ മാത്രമല്ല, എല്ലാ തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഇല്ലാതെ ആളുകൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നേരെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വരാവുന്ന സൗഹൃദങ്ങൾക്ക് ഒരു ട്രാക്ക് ഉണ്ടായിരുന്നു. എവിടുന്നും ഒരു സൗഹൃദം വരില്ല. കോളേജിൽ പോകുന്ന വഴിക്ക്, സ്കൂളിൽ പോകുന്ന വഴിക്ക്, അയലൊക്കത്ത് ബന്ധുക്കള്, ആ രീതിയിലൊരു ട്രാക്ക് ഉണ്ടായിരുന്നു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഒരാളിന് വേണമെങ്കിൽ ഏത് ലോകത്തിന്റെ എവിടെ നിന്നും ഒരു സൗഹൃദം എത്താം. അത് വേറൊരാൾക്ക് ഒരുപക്ഷെ അറിയാൻ പറ്റും. അത് ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലുള്ള അവൻ്റെ ചെറിയ മോഹങ്ങളും അവൻ്റെ സ്വപ്നങ്ങളും അവൻ്റെ പ്രതീക്ഷകളും അവൻ്റെ ഭാവനകളും എല്ലാം കൂടെ കണക്ട് ചെയ്തുകൊണ്ടിട്ട് വരുന്ന ഒരു സൈക്കോളജിക്കൽ സൈബർ അറ്റാക്കാണ് ഇപ്പോൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായും അവരവരുടേതായ അവസ്ഥകളെ സംബന്ധിച്ച് നമ്മുടെ കുട്ടികൾക്ക് എത്രമാത്രം ബോധം കൊടുക്കാൻ പറ്റും, എങ്ങനെ ഒരു നമ്മുടെ വിശ്വാസം, നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ പാരമ്പര്യങ്ങൾ, ഇതിൻ്റെയൊക്കെ മൂല്യത്തിൻ്റെ ആ ആഴം എങ്ങനെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും, അതിൽ നമ്മുടെ സംവിധാനങ്ങൾക്ക് എന്തൊക്കെ റോളാണ് ഇനി ചെയ്യാനുള്ളത്, ആ രീതിയിൽ വളരെ ആഴത്തിലുള്ള ഒരു അന്വേഷണവും ആ തരത്തിലുള്ള ഒരു സംഗതി ആവശ്യമുണ്ട്. പെരിഫറലായിട്ടാണ് വളരെ കൃത്യമായ അതിനോട് ചേർത്ത് കൃത്യമായ ബോധവൽക്കരണം. അത് തന്നെ സാറ് പറഞ്ഞു, കൃത്യമായ ബോധവൽക്കരണം. ഇപ്പോഴും ഇതൊക്കെ എന്താണെന്നും ഇങ്ങനെയുള്ള ആക്രമണം ഉണ്ടെന്നൊന്നും അറിയാത്ത ഒരു വലിയ വിഭാഗം കേരളത്തിലുണ്ട്. കൃത്യമായ ബോധവൽക്കരണം എല്ലാ മേഖലയിലും കൊടുക്കണം. അത് എല്ലാ കുട്ടികൾക്കും, പാരൻസിനും കൊടുക്കണം. അതിനെ നേരിടാൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായ ഒരു അപകടത്തിൽപ്പെട്ടാൽ എങ്ങനെ അതിനെ നേരിടാൻ പറ്റും, അങ്ങനെയുള്ള ബോധവൽക്കരണങ്ങൾ. അതോടൊപ്പം തന്നെ അടിസ്ഥാനപരമായ ചില പഠനങ്ങൾ നൽകണം. പഠനങ്ങൾ. പിന്നെ ഈ കുട്ടികളുടെ ശാരീരിക പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിലും എന്തുകൊണ്ട് ഈ ഇത്തരക്കാർ വരുമ്പോൾ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നു? അത് അവരുടെ ശാരീരിക പ്രത്യേകതയാണ്, വളർച്ചയൊക്കെ നേരത്തെയാണ്. ഒരു 15 വർഷം 20 വർഷം മുന്നേ ഒരു 15 വയസ്സ് തൊട്ട് 18 വയസ്സുള്ള കാലഘട്ടത്തിനിടയ്ക്ക് മെൻസസ് സർക്കിൾ ആരംഭിക്കുന്ന ഒരു കുട്ടി ഇന്ന് 8 തൊട്ട് 9 വയസ്സ് 10 വയസ്സിനിടയ്ക്ക് ആരംഭിക്കുന്നത്. അപ്പോൾ അവര് അങ്ങനെ നേരിടുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, മാനസിക, ശാരീരിക, വൈകാരിക തലത്തിൽ. ഇതിനെയെല്ലാം നേരിടാൻ മാതാപിതാക്കളെയും ഒപ്പം ഈ കുട്ടികളെയും പഠിപ്പിക്കുകയും കൃത്യമായ ബോധവൽക്കരണം എല്ലാ മേഖലയിലും തീർച്ചയായും കൊടുക്കുകയും ചെയ്താൽ ഒരു പരിധി വരെ ഈ പറഞ്ഞ പോലെ ജോസഫ് സാർ പറഞ്ഞതുപോലെ നമുക്കതിനെ നേരിടാൻ വേണ്ടി പറ്റും, തടയിടാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ആര് കൊടുക്കും? നമ്മൾ സഭ തയ്യാറാക്കണം. സഭയും സംവിധാനങ്ങളും സമുദായവും സമൂഹം ചേർന്ന്, അതായത് അതിന് ഗവൺമെന്റ് അടക്കം തയ്യാറാകണം. അവിടെ വേണ്ടിയിരിക്കുന്നത് ഈ സഭ തയ്യാറാകുക എന്ന് പറയുമ്പോൾ തന്നെ ഈ മാറി വന്ന സാഹചര്യത്തിനനുസരിച്ച് ഉണ്ടാക്കിയ പുതിയ മൊഡ്യൂളും പുതിയ ഫോർമുലകളുമേ അതിന് പറ്റുള്ളൂ. പറ്റില്ല, അതില്ല. പുതിയ സംവിധാനം ഏതിലൂടെയാണോ വരുന്നത് അതിലൂടെ ചെന്നെങ്കിലേ പറ്റും. സോഷ്യൽ മീഡിയ ആണെങ്കിൽ സോഷ്യൽ മീഡിയ, മറ്റു സംഗതിയാണെങ്കിൽ അതിലൂടെ. അപ്പൊ അങ്ങനെ നമ്മുടെ സിസ്റ്റം മൊത്തത്തിൽ വലിയ രീതിയിലൊന്ന് അപ്ഡേറ്റഡ് ആകേണ്ടതുണ്ട്. തീർച്ചയായും ഏറ്റവും താഴെ തട്ട് മുതൽ മുകളിൽ തട്ട് വരെ വലിയ രീതിയിൽ നമ്മുടെ സിസ്റ്റം മൊത്തത്തിൽ അപ്ഡേറ്റഡ് ആകേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരം ഒരു അപ്ഡേഷന് ആര് ചാലകശക്തിയാകും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിന് ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊരു ചോദ്യം ഇവിടെ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ ചർച്ച നിർത്താൻ പറ്റുള്ളൂ. തീർച്ചയായും ജസ്റ്റിന തിരുവനന്തപുരം കേസ് കേരളം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാൻ മിസ്സിംഗ് കേസാണ്. ആ കേസിന്റെ ക്ലൈമാക്സിലാണ് നമ്മെ വിഷമിപ്പിച്ചുകൊണ്ട് CBI ഈ കേസിൽ നിന്ന് കൈയൊഴിയുന്നു, തെളിവുകളില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നൂറുകണക്കിന് അമ്മമാരുടെ, നൂറുകണക്കിന് പിതാക്കന്മാരുടെ നെഞ്ചിൽ തീയും കോരിയിട്ടുകൊണ്ടാണ് CBI ഈ കേസ് അവസാനിപ്പിക്കുന്ന ദുഃഖത്തോടെ പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും നാട്ടിലെ ഭരണ സംവിധാനങ്ങൾക്കോ നാട്ടിലെ പോലീസിനോ രാഷ്ട്രീയ നേതൃത്വത്തിനോ ഒക്കെ സാധിക്കാൻ പറ്റാത്ത ഒരു കാര്യം ഒരു പക്ഷെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ വീടിനെ, നമ്മുടെ അയൽവക്കങ്ങളെ, നമ്മുടെ നാടിനെ, നമ്മുടെ സൗഹൃദ വലയങ്ങളെയൊക്കെ കൂടുതൽ സുരക്ഷിതമാക്കാനുള്ള ജാഗ്രത നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഇവിടെ പറഞ്ഞു വച്ചതുപോലെ ഏത് വിദൂര നാട്ടിൽ നിന്നും സൗഹൃദങ്ങളും ചേക്കേറുന്ന ഒരു കാലത്ത് കൂടുതൽ ജാഗ്രതയോടുകൂടി സൈബർ ഇടങ്ങളിൽ നവമാധ്യമങ്ങളുടെ ഉപയോഗത്തിലൊക്കെ ജാഗ്രത ഉണ്ടാകേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.
സംഘടിതമായി നിയമ സംവിധാനങ്ങളെ പോലും ഹൈജാക്ക് ചെയ്തുകൊണ്ട് വളരെ വേഗം സംഘടിതമായി ഇത്തരത്തിലുള്ള ആസൂത്രണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു വലിയ റാക്കറ്റ് ഈ നാട്ടിൽ വളരെ ആക്റ്റീവായി ഉണ്ട് എന്നും അത് ഉണ്ടെന്ന് പറയാൻ പോലും ധൈര്യമില്ലാത്ത പോലീസുകാരും രാഷ്ട്രീയ നേതൃത്വവും ഈ ഭൂമിയിൽ ഉണ്ട് എന്നും അവർ സ്വസ്ഥമായി റിട്ടയർമെൻറ്റ് ജീവിതം ഇവിടെ ആഘോഷിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ സംവിധാനങ്ങൾ ഒരുക്കുന്ന സുരക്ഷ എത്രത്തോളം പരിതാപകരമാണെന്ന ചോദ്യവും ആവർത്തിച്ചുകൊണ്ടാണ് ദ ഫയർ റൂം ഇവിടെ അവസാനിക്കുന്നത്. തീർച്ചയായും കൂടുതൽ ജാഗ്രതയുണ്ടാകാം. ചുറ്റുമുള്ള പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ആർജവം പ്രാർത്ഥന കൊണ്ടുകൂടി നമുക്ക് നേടിയെടുക്കാം. അതിഥികൾക്കും ഒപ്പം പ്രിയ പ്രേക്ഷകർക്ക് നന്ദി. ദ ഫയർ റൂം ഇവിടെ അവസാനിക്കുന്നു.